Hello friends, welcome to Easy Study. ഇന്ന് നമുക്ക് ലാംഗ്വേജ് ഓഫ് ബേർഡ്സിൻ്റെ ഇൻ ടു ദ ഡീപ് സീ നോക്കാം. The merchant was worried and remained sleepless for weeks. One night, the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. He spread the white sails and pushed the boat into the open sea. മെർച്ചൻറ്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്സ്. എന്തുകൊണ്ടായിരുന്നു മെർച്ചൻറ്റ് വറീഡ് ആയത്? അത് നമ്മൾ മുന്നത്തെ പേജിൽ കണ്ടതാണ്. ഇവാൻ ബേർഡ്സിൻ്റെ സംസാരം പഠിച്ചതിന് ശേഷം ഇവാന് ബേർഡ്സിന് പറയുന്നതൊക്കെ മനസ്സിലാവുമായിരുന്നു. അങ്ങനെ നൈറ്റിംഗേൽ ഇവാനോട് പറഞ്ഞത് ഇവാൻ ഒരു രാജാവാകുമെന്നും ഇവാൻ്റെ മാസ്റ്ററായ മെർച്ചൻറ്റ് ഇവാൻ്റെ സെർവൻ്റ് ആവുമെന്നായിരുന്നു ആ ബേർഡ് പറഞ്ഞത്. അത് ഇവാൻ മെർച്ചൻറ്റിനോട് പറഞ്ഞിരുന്നു. അതായിരുന്നു മെർച്ചൻറ്റിൻ്റെ വിഷമത്തിന് കാരണം. മെർച്ചൻറ്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻ സ്ലീപ്ലെസ് ഫോർ വീക്ക്. അങ്ങനെ കുറേ ആഴ്ചകൾ അയാൾ ഉറക്കമില്ലാതെ കഴിഞ്ഞു. വൺ നൈറ്റ് ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു രാത്രി മെർച്ചൻറ്റ് എന്താണ് ചെയ്തത്? ഇവാന് ഒരു ഡ്രിങ്ക് കൊടുത്തു, മയക്കത്തിലേക്ക് പോകാനുള്ള ഡ്രിങ്ക്. ഒരുപാട് സമയം ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ഡ്രിങ്ക് കൊടുത്തിട്ട് എന്താണ് ചെയ്തത്? When Ivan had fallen asleep, the merchant laid him on a boat. ഇവാൻ ഉറങ്ങിയതിന് ശേഷം ഒരു ബോട്ടിൽ അവനെ കിടത്തി ബോട്ട് വെള്ളത്തിലേക്ക് തള്ളിവിട്ടു. അതും വലിയ വേവ്സ് ഉള്ള സീയിലേക്ക് തള്ളിവിട്ടു. He spread the white sails and pushed the boat into the open sea. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. For a long time, the boat moved about on the waves and finally hit a large ship. The crew on the ship saw Ivan and felt pity for him. They took him to the ship. Standing on the deck, Ivan looked at the sky. High, very high up in the sky, Ivan saw some cranes. The cranes were predicting a storm. He said to the sailors, "Be careful, I hear the birds predicting a storm. Let us enter a harbor or we will be in danger." "You silly boy, keep quiet," the captain of the ship said. But Ivan requested him again and again. ഓക്കെ, എന്താണ് നമ്മൾ കണ്ടത്? ഇവാനെ ഷിപ്പിൽ കയറ്റി കിടത്തിക്കൊണ്ട് മെർച്ചൻറ്റ് തള്ളിവിട്ടതാണ് മുന്നത്തെ പേജിൽ കണ്ടത്. For a long time the boat moved about on the waves and finally hit a large ship. അങ്ങനെ ബോട്ട് കുറേ മുന്നോട്ട് തിരകളിലൂടെ നീങ്ങിയതിന് ശേഷം ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്, ഒരു വലിയ ഷിപ്പിന് തട്ടി നിന്നു. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. അങ്ങനെ ഷിപ്പിലുണ്ടായവർ ഇവാനെ കണ്ടു. ഒറ്റയ്ക്ക് ഷിപ്പിൽ സെയിൽ ചെയ്യുന്നത് കണ്ടിട്ട്, ഒരു കുട്ടിയെ കണ്ടിട്ട് അവർക്ക് വല്ലാതെ സങ്കടം തോന്നി. ദേ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അവനെ ഈ ഷിപ്പിലേക്ക് വലിച്ചു കയറ്റി. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അങ്ങനെ ആ ഡെക്കിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവാൻ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ എന്താ കണ്ടത്? ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ, ഇവാൻ സോ സം ക്രെയിൻസ്. കുറേ ക്രെയിൻസ് പറന്ന് പോകുന്നത് കണ്ടു. ക്രെയിൻസ് മീൻസ് കൊക്ക്. ക്രെയിൻസ് വേ പ്രഡിക്റ്റിംഗ് എ സ്റ്റോം. ക്രെയിൻസ് സ്റ്റോം പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വരാൻ പോകുന്ന കാറ്റിനെ ക്രെയിൻസ് പറയുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരം ഇവാന് മനസ്സിലായി. ഹി സെഡ് ടു ദ സെയിലർ. ഇവാൻ സെയിലേഴ്സിനോട് പറഞ്ഞു, "ബി കെയർഫുൾ, ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം." ഞാൻ ബേർഡ്സ് സംസാരിക്കുന്നത് കേട്ടു. അവർ സ്റ്റോം വരുന്നത് മുൻകൂട്ടി പറയുന്നുണ്ടായിരുന്നു എന്ന്. "ലെറ്റ് us enter a harbor and we will be in danger or we will be in danger." നമുക്ക് വേഗം ഒരു ഹാർബറിനടുത്തേക്ക് നീങ്ങാം, അല്ലാത്ത പക്ഷം നമ്മൾ ഡേഞ്ചറിലേക്ക് പോകും, നമ്മൾ അപകടത്തിൽപ്പെടുമെന്ന് ഇവാൻ പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ വിശ്വസിച്ചില്ല. ബേർഡ്സിൻ്റെ സംസാരം മനസ്സിലാവുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു, "യു സില്ലി ബോയ്, കീപ് ക്വൈറ്റ്." ഒന്ന് സംസാരിക്കാതിരിക്കൂ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. ബട്ട് ഇവാൻ കുറേ പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. ക്യാപ്റ്റനോട് പറഞ്ഞു, പ്ലീസ് ഗോ ടു ദ ഹാർബർ, അതർവൈസ് വി വിൽ ബി ഇൻ ഡേഞ്ചർ. നമ്മൾ അപകടത്തിൽപ്പെടും, ഒന്ന് വേഗം ഹാർബറിലേക്ക് പോകൂ. ഓക്കെ, ദ നെക്സ്റ്റ് പേജ്. ദ സ്റ്റോം. At last, the captain steered the ship to the shore and anchored it. Within a short time, a storm broke out. Huge waves rose up to the sky. The wind roared. They saw huge waves breaking, many ships sailing in the sea.
യു സേവ്ഡ് ആർ ലൈഫ്സ്. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. എന്താണ് ഉണ്ടായത്? ഇവാൻ അപേക്ഷിച്ചു, ദയവ് ചെയ്ത് ഷിപ്പ് ഹാർബറിലേക്ക് അടുപ്പിക്കണമെന്ന് ഇവാൻ ക്യാപ്റ്റനോട് അപേക്ഷിച്ചു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ക്യാപ്റ്റൻ സ്റ്റിയർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. അങ്ങനെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? കരയിലേക്ക് അടുപ്പിച്ച്, ഷോറിൽ അടുപ്പിച്ചിട്ട് അവിടെ നങ്കൂരമിട്ടു. ആങ്കേർഡ് ഇറ്റ്. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു സ്റ്റോം ബ്രോക്ക് ഔട്ട്. വലിയൊരു ചുഴലിക്കാറ്റ് വന്നു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ. വേവ്സൊക്കെ ആകാശം മുട്ടെ ഉയർന്നു വന്നു. ദ വിൻഡ് റോർഡ്. കാറ്റുകൾ അലറി വീശി. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സ്കൈ. അങ്ങനെ കുറേ ഷിപ്പുകൾ ആ വേവ്സിൽ ഇങ്ങനെ പൊങ്ങി മറഞ്ഞു വീഴുന്നത് കാണുന്നുണ്ടായിരുന്നു. യു സേവ്ഡ് ആർ ലൈഫ്സ്. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. ഇത് കണ്ട് ക്യാപ്റ്റൻ ഇവാനോട് പറയും, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. യു സേവ്ഡ് ആർ ലൈഫ്സ്.